നമസ്കാരം. ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഖണ്ഡയാദി അടതാളത്തിൻ്റെ അവരോഹണ ഭാഗമാണ്. ഒന്നാം കാലം അവരോഹണം. നമ്മൾ ഖണ്ഡയാദി അടതാളത്തിൻ്റെ ആരോഹണം പഠിച്ചായിരുന്നു ഒന്നാം കാലത്തിൽ. നമുക്ക് അതിൻ്റെ അവരോഹണം പഠിക്കാം. അലങ്കാരം പഠിക്കുന്നത് ഒരു സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അലങ്കാരം പഠിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു പ്രാധാന്യപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് സംഗീതം പഠിക്കുന്ന എല്ലാവരും ഈ ഒരു ഭാഗം, ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കണം, പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. കാരണം നമുക്ക് താളത്തെക്കുറിച്ചുള്ള നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ പല താളങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാ താളത്തെക്കുറിച്ചുള്ള സാമാന്യ രൂപങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു പാഠ്യഭാഗമാണ് ഈ അലങ്കാരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പഠിക്കുമ്പം ശകലം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അത് ഏത് ഭാഗം പഠിക്കുവാണെങ്കിലും നമുക്ക് ആദ്യം പഠിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമല്ലോ. അതുകൊണ്ട് നിങ്ങളതൊന്നും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സഹിച്ചുകൊണ്ട് ഈ പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഖണ്ഡയാദി അടതാളം ലഘു ലഘു ദ്രുതം ദ്രുതം. ഖണ്ഡയാദി ആകുമ്പം ലഘുവിൻ്റെ എണ്ണം 5. 1 2 3 4 5 ഇതാണ് ലഘു. അങ്ങനെ 2 ലഘു, 2 ദ്രുതം. ദ്രുതം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റെഡി ഒരു വീശ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആരോഹണം ഒന്ന് പാടി നമുക്ക് നോക്കാം. സ രേ ഗ സ രേ ഗ മ മ. ഇതാണ് ഒരു താളവട്ടം. സ രേ ഗ സ രേ ഗ മ മ രേ ഗ മ രേ ഗ മ പ പ ഗ മ പ ഗ മ പ ദ ദ മ പ ദ മ പ ദ നീ പദ നീ പദ നീ സ ഇത്രയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അവരോഹണം നോക്കാം. സ നീ ദ സ നീ ദ പ പ. ഇത് തന്നെ സ നീ ദ. ഇത് ഒന്നിട്ട് നമുക്ക് സ നീ ദ സ നീ ദ പ പ. അപ്പോൾ നമ്മൾ പാടുമ്പം ഇതിൻ്റെ ആ ദീർഘമുള്ളതിനും താളം പോയിക്കൊണ്ടിരിക്കണം. അവിടെ ഇപ്പം ഇപ്പോൾ സ നീ സ നീ. അപ്പോൾ ഇങ്ങനെ ആ ഭാഗത്തിന് സ്വരങ്ങൾ വരുന്നില്ല എന്നുള്ളത് നമ്മൾ ആ താളം അവിടെ നിർത്തരുത്. അങ്ങനെ കുറച്ച് ആൾക്ക് അങ്ങനെ പഠിക്കുന്നവർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. സ നീ ഇങ്ങനെയുള്ള ഭാഗത്തൊന്നും താളം പോയില്ല. അവിടെ അടുത്ത സ്വരം വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. പക്ഷെ അങ്ങനെയില്ല. സ നീ ദ സ നീ ദ പ പ അടോ പ പ. അവിടേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നീ ദ പ നീ ദ പ മ മ. അപ്പം അപ്പം എന്ന് പറഞ്ഞാൽ മ മ മ മ എന്നുള്ളതാണ്. മ മ ദ പ മ ദ പ മ ഗ ഗ പ മ ഗ പ മ
പാഗരി പാഗരി സ സ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടെ പാടാം. കാരണം നമ്മൾ കൂടെ പാടി പഠിക്കുമ്പോൾ നമുക്കൊരു എളുപ്പം കിട്ടും. അപ്പോൾ നമുക്ക് ആ ആരോണം അവരോടും കൂടെ നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം. ഇത് നമ്മൾ ഒന്നാം കാലം ഇത് കവർ ചെയ്തിരിക്കുക. ഇനി നമുക്ക് രണ്ടാം കാലമാണെങ്കിൽ സരി ഗ സരി ഗ മാമ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു രണ്ടാം കാലത്തെക്കുറിച്ച് തന്നെ നമുക്കൊരു ക്ലാസ് തരാം. അപ്പോൾ ഈ ഇത്തരം ഭാഗം നിങ്ങൾ നന്നായിട്ടൊന്ന് പാടി പല പ്രാവശ്യം പാടണം. കാരണം ഒരു പ്രാവശ്യം പാടിയാൽ നമ്മുടെ ആ താളം കറക്റ്റായിട്ട് നമ്മുടെ മെമ്മറിയിൽ ആകണമെന്നില്ല. പല പ്രാവശ്യം തെറ്റും, ഇടയ്ക്കൊക്കെ തെറ്റുമ്പോഴൊക്കെ നമ്മൾ ആ തെറ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് ആവർത്തിച്ച് നമ്മൾ പാടി പഠിക്കുക. കാരണം അടതാളം വലിയ പ്രധാനപ്പെട്ട ഒരു താളമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അടതാളത്തെക്കുറിച്ച് അടതാളവർണ്ണമൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ അന്നേരം നമ്മളിപ്പോൾ ഈ ആൾക്കാരെ ഇങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടതാളവർണ്ണമൊക്കെ പഠിക്കുമ്പം നമുക്കത് വളരെ എളുപ്പമായിട്ട് വരും. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് താളം സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ രണ്ടാമത്തെ കാലം ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.